ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാത്തു കല്ലു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മെമ്മോ പാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ 4 A4 സൈസ് ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കി കൊടുത്തു. നമ്മുടെ മിനി നോട്ട്ബുക്കില്ലേ, അതിന് ചെയ്യുന്ന പോലെ തന്നെ സെയിം അതേപോലെ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിതിൽ മെമ്മോ പാഡിൻ്റെ ഡിസൈൻ വരയ്ക്കുവാണ്. യൂഷ്വലി മെമ്മോ പാഡ് യൂസ് ചെയ്യുന്നത് ഒരു റിമൈൻഡർ ആയിട്ടാണ്. ഞാനിവിടെ ഒരു ബ്രൗൺ തീമിലാണ് മെമ്മോ പാഡ് ചെയ്യുന്നത്. ഒരു A4 നമുക്ക് 8 പേജസ് കിട്ടും. നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മെമ്മോ പാഡ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്രൗൺ ബോർഡേഴ്സ് ചെയ്തിട്ട് അതിലകത്ത് എഴുതാൻ വേണ്ടി നമ്മളിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഇങ്ങനെ നോട്ട് എഴുതുന്ന പോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കണം. പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മോ പാഡ് ഐഡിയാസ് കിട്ടും. ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കിഷ്ടമുള്ള പോലെ ഒരു ബ്രൗൺ തീമിലാണ് ചെയ്യുന്നത് ഇത്. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ടിയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന കമ്പി വെച്ചൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ മെമ്മോ പാഡ് ഇങ്ങനെ വെക്കാനാണ്. സ്റ്റാൻഡ് ഉണ്ടാക്കി വന്നപ്പോൾ മെമ്മോ പാഡ് എല്ലാം ഉണങ്ങി. നമുക്കിതിനൊരു ടിയർ ചെയ്ത് നോക്കാം. കുഞ്ഞു മെമ്മോ പാഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.